വെള്ളിയാഴ്ച പെരുന്നാൾ നിസ്കാരം വന്നാൽ ജുമുഅ നിസ്കരിക്കണോ വേണ്ടയോ? ചില ആളുകൾക്ക് ഇന്ന് സംശയം കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പല പല ക്ലിപ്പുകളും നാം കാണുന്നുണ്ട്. ഞാൻ പോലും ഈ കഴിഞ്ഞ സമയം കണ്ട ഒരു ക്ലിപ്പ് നിങ്ങളും കണ്ടിട്ടുണ്ടാകും. എന്താണ് ഈ മൗലവി പറയുന്നത്? വെള്ളിയാഴ്ച പെരുന്നാൾ നിസ്കരിക്കുന്നതിൻ്റെ പേരിൽ ജുമുഅ നിസ്കരിക്കൽ നിർബന്ധമില്ല, അത് സംഘടിപ്പിക്കലേ നിർബന്ധമുള്ളൂ. ഒന്ന് കേട്ടു നോക്കാം. വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. അപ്പോൾ എന്താണ് ഈ പറയുന്നത്? വെള്ളിയാഴ്ച ജുമുഅ സംഘടിപ്പിക്കാം, അത് നിർബന്ധമാണ്, പക്ഷേ ആളുകൾ വരണമെന്നില്ല. അപ്പോൾ ഈ സംഘടിപ്പിക്കുമ്പോൾ നിസ്കരിക്കാൻ ആൾ വരണ്ടേ? അതാര് വരും? ഇതൊക്കെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. മുഅക്കദായ സുന്നത്താണ് പെരുന്നാൾ നിസ്കാരം. അതിൻ്റെ പേരിൽ ഫർളായ ഒരു ജുമുഅ നമസ്കാരം പോലെയുള്ള പവിത്രമായ സമയങ്ങളും പവിത്രമായ ഇബാദത്തുകളും നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ എൻ്റെ സാധാരണക്കാരായ ജനങ്ങളെ, നിങ്ങളിത്തരം വിവരക്കേടുകളിൽ പെട്ടുപോകരുത്. നമ്മൾക്ക് പഠിക്കാൻ ഏറെയുണ്ട്. ഈ വിഷയം തന്നെ ബിഗ്യത്തുൽ മുസ്തർഷിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ 1-ാം വാള്യം 703-ാമത്തെ പേജിൽ ഇതിൻ്റെ ഒരു മസ്അല തന്നെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ കാണാം, ഷാഫിഈ മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ ജുമുഅ നിസ്കാരം നിർബന്ധമാണ്. നാം മനസ്സിലാക്കേണ്ടത്, വിദൂരമായ ഒരു യാത്രക്കാരെന്ന നിലക്ക് അവർക്ക് ജുമുഅ നിസ്കരിക്കണമെന്നില്ല, ഒരു ഇളവ് നൽകുന്നുണ്ട്. നാട്ടുകാരായ നാം ജുമുഅ നിസ്കാരം പെരുന്നാൾ നിസ്കരിച്ചതിൻ്റെ പേരിൽ മാറ്റിവെക്കുക എന്നുള്ളത് എന്തൊരു മറുപടിയാണ് ഈ പറഞ്ഞു തരുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ കേട്ടിരിക്കുന്നത്? ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണോ? ചെയ്യാൻ പാടില്ല. ഈ വിഷയം തന്നെ ബിഗ്യത്തുൽ മുസ്തർഷിദീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ഇതിനെ തന്നെ എടുത്തുകൊണ്ട് വരുന്നത് ഷഅറാനി ഇമാമിൻ്റെ മീസാനുൽ കുബറ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. മദ്ഹബിനെ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് മീസാനുൽ കുബറ. അതുപോലെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹുൽ മുഹദ്ദബിൻ്റെ 4-ാം വാള്യം 14-ാമത്തെ പേജിലും ഈ മസ്അല വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെ പഠിക്കാതെ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ പറയുമ്പോൾ സാധുക്കളായ നിങ്ങൾ ഇത്തരം ആവശ്യങ്ങളില്ലാത്ത കാര്യങ്ങൾ കേട്ട് സമയം നഷ്ടപ്പെടുത്തി ഇബാദത്തിനെ കളങ്കപ്പെടുത്താൻ പാടില്ല എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾക്കൊക്കെ പെരുന്നാൾ നിസ്കരിക്കാനും ജുമുഅ നിസ്കരിക്കാനും ഒക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ റമളാൻ പോലും നാളെ അനുകൂലമായി മാറട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.